ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നതും ഒരുപാട് മെസ്സേജ് വരുന്നതും ഒരുപാട് വീഡിയോസ് വൈറലായതും ഈ ഒരു ആയിഷുമ്മ എന്നുള്ളൊരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ ടൗണിൽ പോയി. ഇവിടെ പെരിന്തൽമണ്ണ ഫേമസ് ആയിട്ടുള്ള ഒരു മാളുണ്ട്, ആ മാളിലാണ് പോയത്. ഞാൻ എസ്കലേറ്ററുമൊക്കെ ഇതിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരൊക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ റിയാക്ഷൻ, എന്താ ഇപ്പോൾ ഇത് കഥ എന്നുള്ളൊരു റിയാക്ഷൻ, എല്ലാവരും നോക്കുക. ഇതേ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ വീഡിയോ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി. അതുപോലെ തന്നെ ആ വീഡിയോ ഹിറ്റ് അടിക്കുകയും ചെയ്തു, 1 million ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ കോസ്റ്റ്യൂമിൽ ശ്രദ്ധിക്കപ്പെട്ട 1-2 ഡയലോഗ്സ് ഉണ്ട്. അബിലാലമിനായ തമ്പുരാനെ അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇമാട്ടി നോക്കി പോണട്ടോ, അതൊരു വീഡിയോയിൽ ഉടനീളം ആ ഒരു ഡയലോഗ് വരുന്നുണ്ട്. അല്ലെങ്കിലും ഞാൻ അരി ഉണക്കാണ്ട് പണ്ടറ മഴ ചെയ്യാം ഇടി കൊണ്ടത് കേൾക്കുന്നില്ല. ആ ടി വി പിടിച്ചിട്ട് വയറൊന്ന് ഊരിട്ടാ അല്ല സ്കൂൾ ദിവസം മഴയത്ത് കിടക്കണതേ എടുത്തേക്കെ എടുത്തേക്കാനെ നല്ലോണം ഫോൺ കളിച്ചിരുന്നോ എങ്ങനെ പോകും. ആരപ്പം നീ നേരത്ത് പെരുമഴ വീണോൽക്ക് അറിയില്ലേ. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പടം വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒഴിവ് സമയങ്ങളൊക്കെ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ വരച്ചു കൂട്ടും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് അത് മറ്റുള്ളവരെ കാണിച്ചുകൂടാ. അങ്ങനെ തുടങ്ങിയൊരു പേജാണ് എൻ്റെ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം. പിന്നെ എപ്പോഴോ എനിക്കിങ്ങനെ സിനിമനോടോ പാട്ടിനോടൊക്കെ ക്രൈസ് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു ഡബ് സ്മാഷ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ലിപ്സിങ് കൊടുത്ത് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇങ്ങനെ പാട്ടിൻ്റെയൊക്കെ പ്രണയഗാനങ്ങളൊക്കെ ലിപ്സിങ് കൊടുത്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി. പിന്നെ എപ്പോഴും അത് നെഗറ്റീവ് വന്ന് പിന്നീട് അത് പോസിറ്റീവായി മാറി. അങ്ങനെ 1-2 വീഡിയോസൊക്കെ അതിൽ വൈറലായപ്പോൾ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫോളോവേഴ്സ് കൂടി, ഒരുപാട് ആൾക്കാർ നല്ലത് പറയാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഈ ഒരു നിലയിലെത്തി. ഒരു ദിവസം എൻ്റെ മാമൻ ദുബായിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ മാമനെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിൽ പോയി. അങ്ങനെ ഞാൻ ലീവായിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഈ ഇന്നലെ വന്നില്ലല്ലോ, ഇന്നലെ ഭയങ്കര ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. സ്കൂളിലൊരു കുട്ടി ഉണ്ടായിരുന്നു, കുട്ടി കലാത്തിലൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ സാമ്പത്തികമായി കുറച്ച് പിന്നോട്ടുള്ള ഒരു കുട്ടീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മഞ്ജു ചേച്ചി ഞങ്ങളുടെ സ്കൂളിൽ വന്നു. അതും ഞാൻ ആബ്സെൻ്റ് ആയ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ചേച്ചീനെ കാണാൻ പറ്റില്ല. ഇവരെല്ലാവരും ചേച്ചിയുടെ കൂടെ സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട ആളല്ലായിരുന്നോ, നീ ആബ്സെൻ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കി. എനിക്കത് ഭയങ്കര വിഷമമായി. അങ്ങനെ ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ വൈറലായതിനു ശേഷം എനിക്കൊരു ദിവസം ഒരു കോൾ വന്നു. ഞാൻ മഞ്ജു വാര്യരുടെ മാനേജറാണ്, നിനക്കിങ്ങനെ ചേച്ചിയുടെ കൂടെ ഒരു കൊളാബ് വീഡിയോ ചെയ്യാം, ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്. ഞാൻ ഫസ്റ്റ് ആരെങ്കിലും എന്നെ പ്രാങ്ക് ചെയ്യാൻ വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നീട് ഞാൻ ചേച്ചീനെ കാണാൻ പോയപ്പോൾ ഞാൻ ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. പിന്നെ എനിക്കൊരാഗ്രഹം എങ്ങനെയെങ്കിലും ടി വിയിലൊന്ന് മുഖം കാണിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴവിൽ മനോരമയിൽ മിനിറ്റ് ടു മിനിറ്റ് പറഞ്ഞിട്ടുള്ളൊരു ഷോ വന്നത്. മിനിറ്റ് ടു മിനിറ്റ് കണ്ടിട്ട് ആ മിനിറ്റിൽ ഞാൻ നെയ്ല ചേച്ചിയുടെ ഫാനായി മാറി. അങ്ങനെ എൻ്റെ ഒരു സ്നേഹിതൻ വഴി ഞാൻ ഓഡീഷനൊക്കെ പോയിട്ട് അങ്ങനെ ആ ഷോയിൽ പങ്കെടുത്തു. എന്ത് വരച്ചിരിക്കണമെന്ന് സസ്പെൻസ് കാണുന്നത്. How sweet. ഇദ്ദേഹത്തെ എനിക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, പെയിന്റിങ്ങിലൂടെ കാണിച്ചല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പിക്ചറാണ്. വെരി ഹാർഡ്ലി ഇദ്ദേഹം ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാറുള്ളൂ. സോ സ്വീറ്റ് യാ.